ഞാൻ ഡീമൺ സ്ലെയറിലോ MC ആണ് സംസാരിക്കുന്നത്. ലാസ്റ്റ് ടൈം നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ സെനിക്സുമായിട്ടുണ്ട്. അത് തന്നെ തണ്ടർ ബ്രീതിങ് നമുക്ക് കിട്ടി. ഇനി അക്കാസാനെ നമുക്ക് സിമ്പിളായിട്ട് തോപ്പിക്കാം. ഇനി അക്കാസാനെ കണ്ടുപിടിച്ച് തീർക്കണം. പിന്നെ ഞാൻ എൻ്റെ കോളും ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. അതിന് മെയിൻ കാരണം എൻ്റെ ഫോണാണ്. നമ്മൾ ഈ അക്കാസാനെ എപ്പോൾ തോൽപ്പിക്കുന്നോ അപ്പോഴായിരിക്കും എൻ്റെ ഫൈനൽ എപ്പിസോഡ്. അപ്പോൾ ഈ ഡീമൺ സ്ലെയർ തീരും. പിന്നെ നമുക്ക് വീണ്ടും തുടങ്ങാം ഒരു നല്ല ഫോണൊക്കെ കിട്ടിയിട്ട്. ഇപ്പം എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്തേണ്ടി വരും. അതുകൊണ്ട് അക്കാസാനെ തീർത്തിട്ട് നമുക്ക് ഈ എന്താ പറയുക ഈ ഡീമൺ സ്ലെയർ ലെറ്റ്സ് പ്ലേ തീർക്കാം. അപ്പോൾ അക്കാസാനെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. ഇന്ന് എന്നെ ഫൈനൽ എപ്പിസോഡ് ആക്കണം. അക്കാസ ഞാൻ വരുന്നടാ. അപ്പം ഞാൻ പിന്നെ എന്തോന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിന് ഇത് കിട്ടിയതിന് ശേഷം ഭയങ്കര സന്തോഷത്തിലാണ്. സെനിക്സിയുടെ തണ്ടർ ബ്രീതിങ് ചത്തില്ലേ? ഞാൻ ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ചെയ്ത് ചെസ്റ്റിനകത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഐറ്റംസ് എല്ലാം. ആൻഡ് രാവിലെയാണ്, ഇപ്പം രാത്രിയാക്കാം. ഓൾറെഡി ഡീമണായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടല്ലേ. അപ്പം ഇപ്പം രാത്രിയാക്കണം. ഞാൻ വീണ്ടും കിടന്നിട്ടുണ്ട്. നൈറ്റ് ആവാറായി. ഒരെണ്ണം കൂടെ കിടന്നു കഴിഞ്ഞാൽ പാതി രാത്രി. ഓക്കെ, പാതി രാത്രി ആയിട്ടുണ്ട്. ആൻഡ് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പോയി റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് വരാം. ഇവന്മാരൊക്കെ അയ്യോ തണ്ടർ ബ്രീതിങ് ഫസ്റ്റ് പോവും. ഞാൻ വിചാരിച്ച എൻ്റെ വീടിൻ്റെ ഒരു തീരുമാനമായിരുന്നു ഇവന്മാരെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ കയറിയപ്പം. ഇതൊക്കെ ഞാൻ എടുക്കുന്നതിനാന്ന് ചോദിച്ചെങ്കിൽ ആരോ മാത്രമേ ഞാൻ എടുക്കൂ. എനിക്ക് ആരോ വേണം. റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, റീസ്പോൺ സെറ്റാണ്. ഇനി പേടിക്കണ്ട. അക്കാസ ഞാൻ വരുന്നടാ. അതെ, ഞാൻ പേടിച്ചതല്ല കൈസ്, അതെന്നെ പേടിപ്പിച്ചതാണ്. ഓക്കെ, ഇനി അക്കാസാനെ തപ്പണം. അക്കാസ പൊട്ടാ, എവിടെയാടാ നീ? ഞാൻ ആരുടെ സൗണ്ട് കേട്ട് അപ്പറങ്ങാൻ തോന്നുന്നു. കാര്യം അത്രയും നല്ലൊരു പവറിനായിരുന്നു. ഇവിടെ എല്ലാവരും കാണുമോ? അതേ ഒരു ഡീവ തണ്ടർ ബ്രീതിങ്. ചത്തില്ലേ? ചവടാ ചവടാ. ഇവന്മാര് തണ്ടർ ബ്രീതിങ് ഫസ്റ്റ് പോ ചത്ത്. അല്ല പിന്നെ ഞാൻ ഏതോ സൗണ്ട് കേൾക്കുന്നുണ്ട്. എടാ അക്കാസ അക്കാസ വിസ് 3 ആഷിറാസ്. അക്കാസോടെ അക്കാസ പേടിച്ചു ഓടുന്നു കൈസ്. അക്കാസ ദേ ഓടുത്. ഞാൻ മറന്ന എങ്ങനെ പോയി. അക്കാസ ഭയങ്കര സ്ട്രോങ് ആണ്. അത്ര ഹാഷിറ വിചാരിച്ചാലും പോലും കഴിയില്ല. താജ് റെഡ് വേണം. അക്കാസ ഫസ്റ്റ് ബ്രീതിങ്. അക്കാസ ഞാൻ ഫസ്റ്റ് ബ്രീതിങ് കൊണ്ട് വരുന്നത്. ഒരു സ്റ്റാക്ക് ബ്രെഡ് റെഡി. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത്രേ ഉള്ളു. 14 ബ്രെഡ് റെഡി. അക്കാസ രാവിലെ ഏടാ രാത്രി ആയിക്കോളാം. ഞാൻ ഇതിന് മേടിക്കുന്നു. ഞാൻ സീന എന്നെ അടിക്കുന്നാടാ. ബഹുമാനം താടാ, ആഷിറാടാ. ഓ ഇവനെനിക്കറിയാം. ഇവൻ എന്നെ അന്ന് ഞാൻ ഫസ്റ്റ് ഡീമൺ സ്ലെയർ മോട്ടപ്പോൾ ഇവൻ എന്നെ കൊന്ന. ഫസ്റ്റ് ടൈം റിവെഞ്ച് എടുക്കാൻ ടൈമായി.
ഓ ഇവൻ അറ്റാക്ക്. അന്ന് ഇവനെന്നെ ഒരടിക്കാ കൊന്നു, ഒരടിക്ക്. മത്തി അറ്റാക്കൊക്കെ എന്തൊക്കെ അറ്റാക്കായിരുന്നു അവന് പോയിച്ചാ. അക്കാസായിരിക്കും ഇതിൽ ഒരു വട്ടം ഫൈറ്റ് ചെയ്യണ. എടാ എൻ്റെ ലെവൽ എത്രയാടാ? എനിക്ക് ജസ്റ്റ് ഒന്നറിയാനാണ്. അഡ്വാൻറ്റേജ്മെൻറ്റ് ഇതിൽ ഇനിയുണ്ടല്ലേ റാങ്ക്. ആഷിറ റാങ്ക് എവിടെയാടാ? ആഷിറ. ഓ ഇത്രയും റാങ്ക്. ഞാനിപ്പോൾ ഈ റാങ്ക് കഴിഞ്ഞ് ഈ റാങ്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മിഷൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ മെയിൻ ഗോള് അക്കാസാനെ കൊല്ലണം. വല്ല ഡീമ വല്ലതും കിട്ടിയ അത്രയും നല്ലത്. എനിക്കെന്തായാലും ഡീമ കിട്ടാമോ തോന്നുന്നില്ല. ഇവിടെ ഒരു ഡീമനെ ഞാൻ കാണുന്നില്ല. നമ്മൾ ആരെയും കണ്ടായിരുന്നു. ഓ ഒരുത്തന. ഇപ്പോൾ ഡീമൺ ഇല്ലാത്തതുകൊണ്ട് അവനായിട്ട് ഫൈറ്റ് ചെയ്തല്ല. ഡീമണാണോ അത്? ഓ ഇത് ഇനോസിക്കി അല്ല, ഇത് ഇവളുടെ പേര്. ഇവളുടെ പേര് ഇട്ടതില്ല. ഒന്ന് പേര് പറഞ്ഞുതരാ, മറന്നുപോയി. അയ്യോ ഞാൻ ഡീമണെ ആക്രമിച്ചേ. അല്ല പിന്നെ അയ്യേ ഇത്ര ഉള്ളായിരുന്ന ആരാ? സ്കെൽട്ടൻ്റെ ഞാൻ പറയുന്നത് ഭയങ്കര രൂപരുത്. അവളുടെ പേര് തരുത് നെസുക്കോ. നെസുക്കോ ഭയങ്കര ലോവർ ഡീമണാന്ന് തോന്നുന്നു. ഒരടിക്കകത്ത് അല്ല പിന്നെ ആരാണ് ഇവിടെ? കാട്ടുപോട്ട് ജസ്റ്റ് ഒരടിക്കകത്ത് ചാവടി വെച്ചേ ആ കൊച്ചെത്ത്. ഓക്കെ നമ്മൾ ആഷിറായി നിന്ന് വേറെ റാങ്ക് അപ്ഗ്രേഡായി. ഡീമൺ ഞാൻ വരുന്നടാ. നീ എന്തായാലും ചാടിയതല്ലേ? ആരാ? പെണ്ണല്ലേ ഇത്? വേറൊരുത്തൻ. അയ്യേ എടാ ഇവൻ അപ്പർ റാങ്ക് വല്ലതായിരുന്നാ? അല്ല ഒരടിക്കത്ത്, അതാ ചോദിച്ചു. പക്ഷേ നിങ്ങൾ കമൻറ്റിൽ പറയും ഇവൻ അപ്പർ റാങ്ക് ആയിരുന്നോ അല്ലേ ഒന്ന്. കാര്യം എൻ്റെ ഒരടിക്കത്ത്. അപ്പം എനിക്ക് ഇവനോർത്ത് ചിരി വരുന്നു. ഡീമണിൻ്റെ പവർ ഞാൻ യൂസ് ചെയ്യുന്നേ. അതൊരു ഡീമണ്. എടാ അവൻ റിവെഞ്ച് എടുക്കണോടാ എനിക്ക്. എവിടെടാ? ഇവനും ഞാനോട് ഫൈറ്റ് ചെയ്തായിരിക്കും, കണ്ടറിയാം. പീസായിട്ട് കിട്ടി. എടാ എനിക്ക് പീസായിട്ട് കിട്ടിയടാ. ഞാനാരെയും കൊന്നില്ല. ഡീമൻ കൊന്നത് ഇത് മുസാങ്. ഡീമൻ കൊന്നത് തെളിവിന് വേണ്ടി ഒരു മുസാങ് ബ്ലഡ് ഇട്ടേക്കാം. അപ്പം ആരെങ്കിലും വിചാരിച്ചോളൂ മുസാങ് വന്ന് കൊന്നതാ, അത്രേ ഉള്ളു. സന്ധ്യ മതി. സന്ധ്യ ആരാടാ? വന്ന് എനിക്ക് സൗണ്ട് കേട്ട്. ഇപ്രാവശ്യം വെള്ളത്തിന് സൗണ്ട് കേട്ടാ. അതായത് വാട്ടർ ആഷിറായും ഏതൊരു ഡീമനും കൂടെയാണ് ഫൈറ്റ്. ഇവിടെ നടന്ന സൗണ്ട് കേട്ട് ഞാൻ. ലാഗ് മാറി. അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് നടന്നായിരുന്നു. ഓ അവിടെ ഫൈറ്റ് ആരും കേട്ടാടാ ഇത്രയും. ഇവൻ കോക്കുഷിമോ. കാണാന്ന് പറഞ്ഞോളാൻ വന്ന് തട്ടി. പക്ഷേ കണ്ട നീയൊക്കെ എൻ്റെ വീട്ടിൽ വന്നിറങ്ങി. നീ അതിൻ്റെ കൂടെ കുറവുള്ളു. എൻ്റെ ഒരടിക്കുള്ളൂ നീ. എന്നിട്ട് ഇങ്ങനെ വന്ന് കളിക്കുന്നതാടാ. മറക്ക എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്തിനാന്നറിയില്ല. ഓ ഇവിടെ ഒരു അപ്പർ റാങ്ക് പോലെ എൻ്റെ വീട്ടിൽ സ്പോൺ ആവടാ. ലെവനൊക്കെ ഒന്നാ അവൻ്റെ ഇന്ന് വേറെ സോഡ് ഇട്ട് നോക്കാം. സോഡ് താടാ. ചത്ത്. സോഡ് ഡ്രോപ്പ് ചെയ്തോ? ഇല്ല. ബോഡി ഞാൻ ഈ ബോഡി ചെന്ത് കാണിക്കേ. ഇവൻ കണ്ണ് വെച്ചുകൂടി വെക്കുന്നു. ഫൗള്
ഫൗള് എടാ ഫൗള് ഫൗളാ ഓടിക്കോ നിൽക്കാൻ പാടില്ല ഏരി നിൽക്കല്ലേ അവനല്ലേ തോക്ക് വെച്ചൂടി വെച്ചിടൂ എടാ പറയുന്ന കേക്കടാ ഞാൻ ചുമ്മാ അടിച്ചാടാ എടാ അക്കാസടാ മോനെ പറയുന്നേക്ക് ഞാൻ ചുമ്മാ അടിച്ചതാ അക്കാസടാ മോനെ യാസിന്റെ ആഗ്രഹം സഫലായി എടാ ഇതിൻ്റെ ഇടക്കാവൻ പോയിസൺ തരുന്നുണ്ട് കേട്ടാ എടാ ഇതേത് ഡീമൺ എടാ എനിക്ക് സഹായിച്ചു പറ്റൂ നോവേ എന്തോത് എനിക്കിനി ബ്ലഡ് ഡീമണായിട്ട് കുടിക്കണം പെട്ടെന്ന് നല്ല അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് കൊള്ളാടാ നീ സീൻ തന്നെ പാടാ നമ്മ രണ്ട് ഫൈറ്റ് ഡേയ് ഇവൻ എടാ എൻ്റെ ഫോൺ അനങ്ങ അയ്യോ ഇതൊക്കെ ആര് എടാ പൊട്ടക്കടാപ്പതേ ഇവൻ വന്ന് ഫൈറ്റ് ചെയ് അതന്നെ അവൻ എന്തൊക്കെയോ സ്മോണാക്കി അയ്യോ അപ്പൊ ഗൈസ് ഇന്നത്തെ കൂടി ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ